ലോർഡ്. ഏവർക്കും പുതുവത്സരാശംസകൾ. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് അവസരം തന്നത്. ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. ഈ വർഷം എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം യേശുക്രിസ്തു എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദീർഘമായ വിശാലമായ ചിന്താഗതികൾ നമുക്ക് ഉണ്ട്. ഈ വർഷക്കാലം ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ ഈ പുതിയ വർഷത്തിൽ വ്യക്തമായ പ്ലാനോടുകൂടെ നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഈ വർഷം എങ്ങനെയായിത്തീരും നമുക്കറിയത്തില്ല. എങ്ങനെയായിത്തീരുമെന്നുള്ള ഒരു ഉത്കണ്ഠയും അതിനോടൊപ്പം ഉണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷക്കാലമെല്ലാം ഇതേപോലെ തന്നെ നിരവധി ചിന്താഗതികളും ഉത്കണ്ഠയോടുകൂടെ നമ്മൾ 2025 പ്രവേശിച്ചു. നമ്മൾ ചിന്തിക്കാത്തതിലപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ ഇടയായി. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയിരുന്നു. ജീവിതത്തിലെ ഏത് പരിതസ്ഥിതികളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് നിശ്ചയമായും ദൈവത്തിൻ്റെ കൃപ ധാരാളം ദൈവം ചൊരിയും. ഈ പുതിയ വർഷത്തിലും നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഈ പുതിയ വർഷത്തിൽ നടക്കപ്പെടണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടെ നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പല ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തിലുണ്ട്, ആകുലതകളുണ്ട്. എന്തായി തീരുമെന്നൊക്കെയുള്ള ചില ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ചപ്പാട്, ദീർഘമായ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യതയോടുകൂടെ ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എപ്പോഴും ദീർഘമായ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എന്നാൽ സാഹചര്യവശാൽ ചില സമയങ്ങളിൽ നമ്മൾ അതൊരു മാസമായി, ചില ആഴ്ചകളായി, ചില ദിനമായി നമ്മുടെ ഫോക്കസ്, വൈഡറായിട്ടുള്ള ഫോക്കസ് കുറഞ്ഞ് വരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിത്തീരട്ടെ എന്നുള്ള ചിന്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു മോചനം പ്രാപിക്കണം. പുതിയ വർഷം ആ ദീർഘമായ വീക്ഷണത്തോടുകൂടെ തന്നെ ഒരു വർഷക്കാലം ചെയ്തു തീർക്കേണ്ടതായ ചില പ്ലാൻ നമ്മളിപ്പോഴേ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു വർഷക്കാലം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. ഈ വർഷം 2026 എല്ലാ വിധത്തിലും സമ്പൽ സമൃദ്ധിയോടുകൂടെ മുന്നോട്ട് പോകുവാൻ എല്ലാ പ്രേക്ഷകർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. കർത്താവ് സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള, അതായത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്ന ആ സമയത്ത് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും.
ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനു വേണ്ടി നിങ്ങൾ അത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങരുത്, ഭൂമിയുടെ അറ്റത്തോളം. ഒരു വൈഡർ കൺസെപ്റ്റാണ് ദൈവം പറയുന്നത്. എത്രത്തോളം ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം ചെല്ലാൻ കഴിയുമോ, അത്രത്തോളം ഒരു ദീർഘമായ വീക്ഷണത്തോടുകൂടെ, വിശാലമായ ഒരു ചിന്താഗതിയോടുകൂടെ മുന്നോട്ട് പോകണം. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രിയ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, താങ്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവ് സഹായിക്കും. ഈ പുതിയ വർഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടെ മുന്നേറുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ദൗത്യവുമായി കർത്താവിനെക്കുറിച്ച് പങ്കുവെക്കുവാൻ, മാക്സിമം പങ്കുവെക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് പോകാൻ നേരം പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ വേഗം വരും, നിങ്ങളെ ചേർക്കുവാനായിട്ട് കടന്നു വരും. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ ചേർക്കാനായിട്ട് എത്രയും വേഗത്തിൽ വാനമേഘത്തിൽ കടന്നു വരും. അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്തവ മാക്സിമം ആൾക്കാരുടെ അടുക്കിലേക്ക് ഗോസ്പൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വെളിച്ചം കിട്ടി, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയല്ല വേണ്ടുന്നത്, ഇത് മറ്റുള്ളവരെ അറിയിക്കുക. സെൽഫിഷ് ആകാതെ എല്ലാവരോടും ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്തു. അങ്ങനെ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ശിഷ്യന്മാർ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അസാധാരണമായ പ്രവൃത്തികൾ ചെയ്തു എന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷക്കാലം 2026 ഒരു വിശാലമായ ഒരു ചിന്താഗതിയോടുകൂടെ, പ്ലാനോടുകൂടെ മുന്നോട്ട് പോകുവാൻ നമ്മൾ താല്പര്യപ്പെടുക. ദൈവം സഹായിക്കും, പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളോടൊപ്പം ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ വന്നേക്കാം. അടുത്ത ഈ വർഷം എല്ലാം സുഗമമായിട്ടൊന്നും പോവുകയില്ല. ആ സാഹചര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം, സഹവാസം നമുക്കൊരു ധൈര്യം ഒക്കെ നൽകും. സഭാ പീഡനത്തിൽ കൂടെ ഒക്കെ കടന്നുപോയ സമയങ്ങളുണ്ട്. കർത്താവ് പോയതിനു ശേഷം വലിയ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയി. ദൈവം അവരെ നിലനിർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഈ 2026 നമുക്ക് മുന്നേറാം. വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അനിവാര്യമാണ്. അതിനനുസരിച്ച് നമുക്ക് മുന്നേറാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ആയതുപോലെ ആ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും കർത്താവ് നമ്മളെ സന്തോഷിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷം പകരും. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നദിയുണ്ട്, അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദൈവനഗരത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആ നദിയെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, ദൈവിക നഗരത്തിൽ, നമ്മുടെ മന്ദിരത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരും, നമുക്ക് ആനന്ദം പകരും. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അപ്പോൾ ആനന്ദം നമ്മുടെ ഉള്ളിൽ പകരുന്നതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുവാനായിട്ട് ദൈവം അവസരം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരാഗൃഹത്തിൽ കടന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ സഭയ്ക്ക് ഫിലിപ്പിയ ലേഖനം എഴുതുന്നത്. ആ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം. എനിക്ക് പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുന്നു, കർത്താവിൽ സന്തോഷിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ദൈവഭക്തനായ പൗലോസ് ശ്ലീഹായ്ക്ക് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ വർഷക്കാലം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് മുന്നേറുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നന്മകളാൽ നിറയപ്പെടട്ടെ. മാക്സിമം ആൾക്കാരെ സന്തോഷം പകരാൻ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുവാൻ ഇടവരട്ടെ. ആർക്കും തന്നെ ഒരു ദുഃഖത്തിന് നമ്മൾ കാരണമാകാതെ സന്തോഷം പകരാൻ
ദൈവം നമുക്ക് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമ്പൽ സമൃദ്ധിയുള്ള അനുഗ്രഹം നിറഞ്ഞ പ്രത്യാശ സമ്പന്നമായ ഒരു വർഷക്കാലം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.